എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുകയും അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ മറ്റു കാര്യങ്ങളും എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ലൈഫിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് ചെയ്യുവാണ്. ഷോ ബോയ്സ് ആൻഡ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോ എടുത്ത് സ്വാഗതമുണ്ട് ഗൈസ്. എൻ്റെ മോനെ ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോവുകയാണ്. ഇതേണ്ടേ ഒരാളും കൂടി ഇവിടെ ഉണ്ട്. അമ്മേ ഓക്കെ, അപ്പോൾ അമ്പലത്തിൽ പോകുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ എനിക്ക് 23 വയസ്സായി. അതെ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. രാവിലെ ഒരു 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാനും അമ്മയും കൂടിയാണ് പോകുന്നത്. അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. ബോയ്സ് അങ്ങനെ അമ്പലത്തിൽ വന്നിരിക്കുകയാണ് നമ്മൾ. ഇതാണ് അമ്പലം. അപ്പോൾ ഈ അമ്പലത്തിൽ അടുത്ത മാസമാണെന്ന് തോന്നുന്നു ഉത്സവമാണ്. സാധാരണ ദിവസങ്ങളിലൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടാകുന്നതാണ് ഈ അമ്പലത്തിൽ. അമ്മ ഇവിടെ വഴിപാട് എഴുതുവാണ്, വഴിപാട് നടത്താനായിട്ട്. ചേട്ടന്മാർ പണിയെടുക്കുകയാണ്, മറ്റേ പന്തൽ കാര്യങ്ങളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുക. ഈ ഒരു അമ്പലത്തിൻ്റെ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു രക്ഷയില്ല. ഇവിടെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന പക്കാ പ്ലേസാണ്. നല്ല ഫ്രെയിമാണ് എവിടെ വെച്ചാലും. ഇപ്പോൾ ഓൾറെഡി തന്നെ ഇവിടെ ഒരു ഷൂട്ടിങ് നടക്കുന്നുണ്ട് രാജുവേട്ടൻ്റെ, അതായത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ ഒരു പടത്തിൻ്റെ പകുതി ഷൂട്ടിങ് കഴിഞ്ഞിരിക്കുക. ഇപ്പോൾ ഈ മാസമോ അടുത്ത മാസമോ ഇവിടുത്തെ ഉത്സവമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ഷൂട്ടിങ് കൂടി എടുക്കുന്നുണ്ട് അവർ. ഉത്സവം കൂടി അവർ ഷൂട്ട് ചെയ്തിട്ടേ പോകുന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ എപ്പോഴത്തെ വെച്ചാലും സൂപ്പർ ഫ്രെയിമാണ്. അപ്പോൾ ഈ കാണുന്നൊരു കാവാണ്. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് എല്ലാ ഷൂട്ടിങ്ങൊക്കെ ഓൾറെഡി നടക്കുവാണ്. ഷൂട്ടിങ് നടക്കുമെന്നല്ല, ഷൂട്ടിങ്ങിന് സെറ്റ് ചെയ്ത് നമുക്ക് കാണിച്ചു തരാം. ഇത് ഫുള്ള് ഒരു മൂടിയൊക്കെ ഇട്ടിരിക്കുന്നത്. പോവാൻ. അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അടുത്ത മാസമായിരിക്കില്ല ഷൂട്ടിങ് നടക്കണത്. സെറ്റ് കാണിക്കാൻ പാടില്ലാത്ത, ഇതിപ്പോൾ ചെറിയൊരു ഗ്രാമം പോലെയാണ് ഇട്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു വില്ലേജ്. ഒരു JCB കഴിഞ്ഞ ദിവസം കൊണ്ടിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ കാണാനില്ല. അത് ആരുടെ JCB? അതിനകത്ത് ഇവരുകൊണ്ട് ഇട്ടായിരിക്കും. പിന്നെ നേരെ വീട്ടിൽ പോകും. അമ്മ ഇതാ കടയിലോട്ട് പോകുന്നു. അന്നേരം തൈക്കടയൊക്കെ ഉണ്ടാക്കാൻ വന്നാൽ നമ്മൾ ഇനി നമുക്ക് നേരെ വീട്ടിൽ പോകും. വീട്ടിൽ വന്ന് ഫുഡ് കഴിക്കുന്നു. ഫുഡിന് എന്താണ്? പുട്ടും പഴവും. ജോ ബോയ്സ്, അപ്പോൾ അമ്മേനെ കൊണ്ടാക്കിയിട്ട് ഞാൻ നേരെ വന്ന് കയറി കിടന്നു. ഇപ്പോൾ സമയം 2:45 ആയിട്ടുണ്ട്. ഫുഡ് കഴിച്ചിട്ടില്ല, ഉറങ്ങിപ്പോയി. കുറച്ച് നേരം എഡിറ്റ് ചെയ്തിട്ട് നേരെ കയറി കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം കപ്പലണ്ടി കഴിച്ചുകൊണ്ടിരിക്കുക. നല്ല കപ്പലണ്ടി. ഇത് കുറച്ച് ദിവസം ആയിക്കൊണ്ടിരിക്കണം, കഴിക്കാനായിട്ട് തോന്നാറില്ലെന്നല്ല കേട്ടോ, മറന്നു പോകും. അപ്പോൾ എന്തായാലും പോയി ചോറ് കഴിക്കാൻ. ചോറിൽ എന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചത്. ഈ അയലക്കറിയും ചോറും. എനിക്കാണെങ്കിൽ മീനിൻ്റെ കഷ്ണം ഞാൻ തപ്പിക്കൊണ്ടിരുന്നപ്പോൾ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കറണ്ട് പോയി, ഫുള്ളിലിട്ട് ഒന്നും കാണാൻ പറ്റില്ല. അതാണ് ഞാൻ 2 എടുത്തോളൂ. ഇനി എന്തായാലും തോന്നുവാണെങ്കിൽ വീണ്ടും പോയി എടുക്കാം. കഴിക്കട്ടെ ഇനി കഴിക്കട്ടെ. ബോയ്സ്, ഇപ്പോൾ വൈകുന്നേരം ആയിട്ടുണ്ട്. രാത്രി ആയിട്ടുണ്ട്. രാത്രി എനിക്ക് വന്നിപ്പോൾ 8:30 ആയിട്ടുണ്ട്. ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, എവിടെയും പോകണമില്ല. ബർത്ത്ഡേ ആണ്, കേക്ക് കറി കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ അഡ്വാൻസ് കൊടുക്കാൻ പോവാം. അഡ്വാൻസ് എന്ന് വെച്ചാൽ ഇത് വലിയ പൈസയൊന്നുമില്ല കേട്ടോ, ഒരു 10-16 രൂപ അത്രേ ഉള്ളൂ. എന്തിൻ്റെയാണ് അഡ്വാൻസ് എന്ന് വെച്ചാൽ, നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലം നോക്കുന്നുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനും ആവശ്യം ദിവസം ഞങ്ങൾ 3 പേരും ഒരു പ്ലേസ് നോക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഏരിയയാണ്, ഓൾറെഡി സെറ്റാണ്. അവിടെ 2 നില ബിൽഡിംഗ് ആണ്, അതിൻ്റെ പൊക്കത്തെ ഫ്ലോർ. അപ്പോൾ അതിനിപ്പോൾ അഡ്വാൻസ് കൊടുക്കണം. ഈ ദിവസം, അതായത് ബർത്ത്ഡേയുടെ അന്ന് തന്നെ പൈസ കൊടുക്കുകയാണ്. എല്ലാവരും ബർത്ത്ഡേ ആഘോഷിക്കുകയും അല്ലെങ്കിൽ ബർത്ത്ഡേ സെലിബ്രേഷൻ മറ്റു കാര്യങ്ങളും എൻജോയ്മെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ലൈഫിന് വേണ്ടിയിട്ട് റിസ്ക് എടുത്ത് ചെയ്യുവാണ്. അപ്പോൾ സെറ്റ് ആകുമായിരിക്കും, അല്ലെങ്കിൽ അടിപൊളി ആകുമായിരിക്കും. അങ്ങനെയല്ല, ആകും, അങ്ങനെ പറയാം. ആകുമായിരിക്കും, നല്ല ആകും. അപ്പോൾ അവന്മാരെ നോക്കി നിൽക്കി ബോയ്സ്. അപ്പോൾ നമ്മൾ കേക്ക് മുറിക്കാൻ വന്നതാണ് അല്ലേ? അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ട്. ഓക്കെ, കേക്ക് മുറിക്കാം. പാട്ട് പറ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഗോവിന്ദ്, ഹാപ്പി ബർത്ത്ഡേ. ഇതും കോപ്പിക്കല്ലേ? ഉണ്ട് കുറച്ച് കാണിച്ചേ. എന്നാ മറ്റേതാണ്, എന്നാ അലുവേ?
ജോ ബോയ്സ്, അപ്പോൾ ഇന്ന് സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രിയിൽ കേക്കൊക്കെ മുറിച്ചിട്ട് വന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള കാരണം ഞാനിങ്ങനെ പോകുന്നു. ഇന്ന് പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒന്ന് തലയിലപ്പുറമേ പോകണം. ഞാൻ ചിലപ്പോൾ ഒരു ഡെസ്ക് മേടിക്കും. ഡെസ്കല്ലല്ലോ, ടേബിളല്ലേ? ടേബിൾ മറ്റിങ്ങനെ ഇനി വലിക്കണ സാധനമില്ലേ, വലിപ്പൊക്കെ ഉള്ള. അപ്പോൾ അത് മേടിക്കാനായിട്ടൊന്ന് തലയിലപ്പുറമേ പോകണം. ഓട്ടയുടെ സൗണ്ട്. പിന്നെ എന്തൊക്കെ പരിപാടി ഉണ്ട് അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേടിച്ച കേക്കിൻ്റെ അമ്മമാരാണ് കേക്ക് എനിക്ക് തന്നു വിട്ട്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ പീസ് കഴിക്കാം. നോക്കൂ ഗൈസ്, ഇതാണ് കേക്ക്. ഇത് അവന്മാർ എന്തോ ഒരു കോക്കോയോ ചോക്ലേറ്റിൻ്റെ മേടിച്ചു, പക്ഷെ ഈ കാപ്പിപ്പൊടിയുടെ ടേസ്റ്റ് ആയിരുന്നു. താഴെ പോകുന്നു, ഇവിടെ വെക്കാം. കുഴപ്പമില്ല, ഇതൊരു പുളിപ്പ് പോലെ. ബോയ്സ്, അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. അയ്യോ, വെയിൽ കുഴപ്പമില്ല. വേറൊന്നുമില്ല, നമ്മൾ ഒരു ചിട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ചിട്ടിയുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അന്ന് കൂടെ വന്നില്ലേ അഖിൽ, ഒക്കെയായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആദർശം ദേവസ്വം ഇവിടെ ഇല്ല. എന്താ എങ്ങനെയെന്നൊക്കെ ഞാൻ പറയാം, വഴിയേ പറയാം. ഇപ്പോൾ അത് റിവീൽ ചെയ്യുന്നില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു എന്താണ് സംഭവം എന്ന്. ചെറുതായിട്ട് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലായവർക്ക് മനസ്സിലാവും. കുറച്ചുകൂടി കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ ബോയ്സ്, അപ്പോൾ ഇവിടെയാണ് ചിട്ടിയുടെ കാര്യം സംസാരിക്കാൻ വേണ്ടി വന്നത്. ബോയ്സ്, അപ്പോൾ നമ്മൾ അകത്ത് കയറി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇനി ബാക്കി വിവരങ്ങൾ അതിൻ്റെ ആൾക്കാർ നോക്കിക്കോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇതെന്താ പൂട്ടിട്ടിരിക്കണം? ഇവിടെ ക്ലാപ്പ് പൂട്ടിയിട്ടിരിക്കേ, വഴി മാറിപ്പോയി ഗൈസ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ വിവരങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽസൊക്കെ തിരക്കി. അപ്പോൾ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി അവർ വിളിച്ചോളൂ. അയ്യോ എന്ത് ചെയ്യോ, അയ്യോ വ്ളോഗിൻ്റെ ബാക്കി അത് കയറി. പ്രശസ്ത ബോഡി ബിൽഡർ അബൈ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ സാധനം മേടിക്കുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കയറി ഒന്ന് നോക്കാം. ഇതിനെത്ര കേട്ടോ? ഇതിന് സെയിം ഈ റേറ്റ് തന്നെ അല്ലേ? ഇതിന്റെ വലുതാണ് ഈ ഇരിക്കുന്നത്. ഇത് 3200 അല്ലേ? 3200, ഇത് 4200. 1000 രൂപ ഡിഫറൻസ്. അവിടെ ഒരുത്തൻ സോഫ നോക്കിക്കൊണ്ട് ഗൈസ്. ശരിക്കും ഇത് പേരെന്താ പറയുന്നത്? പേരെന്താ പറയണത്? ഇച്ചിരി വണ്ണോ ഓ അത് സെറ്റപ്പാണ്. അത് ഇരിക്കാൻ നല്ല കംഫോർട്ടാ. നല്ല കംഫോർട്ടാണ് ഇരിക്കാനായിട്ട്. നമുക്ക് ഇരുന്ന് ജോലി ചെയ്യാനൊക്കെ അടിപൊളിയാണ്. ഈ ഓരോ വലിപ്പവും അല്ല, എന്നാലും നല്ലതായിട്ട് സുഖമായിട്ട് ഇങ്ങനെ കംഫോർട്ടായിട്ടിരിക്കാം. ഇത് 2700 അല്ലേ? കൊള്ളാം. ഞാനിത് ഓൾറെഡി ഇവിടെ നോക്കിയതാ ഈ സാധനം, ടേബിള്. അപ്പോൾ നമ്മൾ ചെറുതാണ് എടുത്തിരിക്കുന്നത്. ഈ സാധനം കാറി കയറാത്താറ നമ്മൾ നേരെ ഓട്ടോ വിളിച്ചിരിക്കുകയാണ്. സാധനം വീട്ടിലിറക്കി വെച്ചിട്ടുണ്ട് നമ്മൾ. പറ, എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ നമുക്ക്? അതെ, ഞങ്ങൾ നോക്കിയതാണ്. പക്ഷെ നമ്മൾ നോക്കിയത് മറ്റേതായിരുന്നു, മറ്റേ കറുത്ത ടൈപ്പില്ലേ, അതാ. അപ്പോൾ പുള്ളി പറഞ്ഞ് ഇത് മറ്റേനേക്കാൾ നല്ല ഇതാന്ന് പറഞ്ഞ്. മറ്റേത് അന്ന് പിടിച്ചപ്പോൾ ഒരു എന്താ ഇളക്കം ഉണ്ടായിരുന്നു. ഇത് വലിയ ഒരു ഇളക്കമൊന്നും ഇരുന്നില്ല, സുഖം. ഇത് പൊട്ടിക്കണത് എല്ലാം കൂടി ഒരു സൈഡിലോട്ട് ആക്കാനായിട്ട് ഒരു വെക്കാൻ പാടാ. അത് കാരണം ഞാൻ ഇത് മേടിച്ചത്. ഇതാണ് അകത്തെ സാധനം. അകത്തെല്ലാ സാധനം ഇന്ന് കഴിഞ്ഞ ദിവസം അമ്മ പൊളിച്ചെടുത്തത്. ഇതിപ്പോൾ പൊളിച്ച് എത്ര നാളായി കാണോ? ഇത് ഇവിടെ 10-20 വർഷമായി കാണോ? 30 വർഷം? അയ്യോ, അല്ല അതിന് മുമ്പ് മേടിച്ചതാണെന്ന് എനിക്ക് തോന്നുന്നു. അത് അച്ഛൻ എന്നാ മേടിച്ചതെന്ന് ഞാൻ ഓർക്കണില്ല. എന്നാലും 20 വർഷത്തിന് മേലുണ്ട്. ഇവിടെ മിക്ക സാധനങ്ങളും ഇത്രയും പഴക്കം കൂടിയ സാധനങ്ങളാണ്. അപ്പോൾ നമ്മളൊന്ന് സ്ഥലം നോക്കാൻ പോകുന്നതാണ്. നേരത്തെ പറഞ്ഞതായിരുന്നു ഒരു സ്പേസ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കേണ്ടത്. അത് ഈ ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ടേക്ക് എടുക്കുന്നില്ല, നമ്മൾ ഈ ഒരു സ്ഥലം മാത്രമേ എടുക്കുന്നുള്ളൂ. യോ ബോയ്സ്, അപ്പോൾ നമ്മുടെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോകുന്നു. നമ്മുടെ ഡെസ്ക് ഇപ്പോൾ ആദർശം തേസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരെ സാധനങ്ങളൊക്കെ പിടിച്ചിട്ടു. ഇതേ നമ്മുടെ അകത്ത് കിടന്ന സാധനം എടുത്ത് വെളിയിട്ടിട്ടുണ്ട്. കാണിച്ചില്ലായിരുന്നു, ഇതിൻ്റെ അകത്ത് ഫുള്ളും സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും എടുത്തിട്ടിട്ടില്ല. അപ്പോൾ ഇനി അതൊക്കെ എടുത്തിടണം. അപ്പം നമ്മൾ കൊണ്ടുവന്ന സാധനം എടുത്ത് നമ്മൾ അകത്തേക്ക് ചാടിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇപ്പം നല്ല സ്പേസ് അതിനകത്ത് കണ്ട നോക്കൂ.
അത്യാവശ്യം സ്പേസ് ആയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ. നേരത്തെ ഇത് ഇത്ര വരെ നിൽക്കുമായിരുന്നു, ഇടുങ്ങി നിൽക്കുമായിരുന്നു, ഭയങ്കര പാടായിരുന്നു. ഇപ്പം നല്ലൊരു സ്പേസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇനി നീണ്ടു പോയി കഴിഞ്ഞാൽ ശോകം. അപ്പോൾ ഈ ഒരു വ്ളോഗ് അല്ലെങ്കിൽ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കേസ് അപ്പോൾ അടുത്തൊരു വീഡിയോ അല്ലെങ്കിൽ അടുത്തൊരു വ്ളോഗായിട്ട് കാണുന്നത് വരെ നേരത്തെ നമ്മുടെ സ്വന്തം ചാനൽ പീസ്.